ആലുവയിൽ ടൂറിസ്റ്റ് ബസ്സിൽ ഉരസിയ ട്രക്ക് നിർത്താതെ പോയി. ബസ്സിലെ യാത്രക്കാർ ട്രക്ക് തടഞ്ഞ് ഡ്രൈവറെയും സഹായിയെയും മർദ്ദിച്ചു. ആലുവ മുട്ടത്തുണ്ടായ സംഭവത്തിൽ ട്രക്കിന്റെ ചില്ല് തകർന്നു. പഴനിയിൽ നിന്നും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ തിരുവല്ല സ്വദേശികളാണ് ട്രക്ക് തടഞ്ഞ് മർദ്ദിച്ചത്. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, വലിയ സംഘർഷാവസ്ഥയാണല്ലോ ഉണ്ടായത്. സ്ത്രീകളടക്കമുള്ളവർ ഇറങ്ങി വന്ന് ഈ ട്രക്ക് ഓടിച്ചിരുന്നവരോട് കയർക്കുകയും വാഗ്വാദം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്ര അപകടകരമായ രീതിയിൽ ഈ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന ബസ്സിൽ ഉരസുകയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇവർ ഇത്ര പ്രകോപിതരായത്. പക്ഷെ അതിന് ഗ്ലാസ് തല്ലി പൊളിക്കുകയും അക്രമത്തിലേക്ക് കടക്കുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല. എന്താണ് വിശദവിവരങ്ങൾ? അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് വേണ്ടത്. വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് പരാതി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ തെരുവിലിറങ്ങി ഈ നിയമം കയ്യിലെടുക്കുന്ന ഒരു നടപടിയാണ് ഈ പഴനിയിൽ നിന്നും തിരുവല്ലയിലേക്ക് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ ആ യാത്രക്കാർ നടത്തിയത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ട്രക്കാണ്. ആലുവ മുട്ടത്ത് വെച്ചാണ് ഈ സംഭവം. ഈ ടൂറിസ്റ്റ് ബസ്സിൽ ചെറിയ രീതിയിൽ ഒന്ന് ഉരസിയേ ഉള്ളൂ. അതിന് ട്രക്ക് ഉരസിയങ്ങ് യാത്ര ചെയ്ത് പോവുകയും ചെയ്തു. ഒരുപക്ഷെ ഈ വാഹനത്തിൽ ട്രക്ക് തട്ടിയത് പക്ഷേ ആ ട്രക്കിൻ്റെ ഡ്രൈവർ അറിഞ്ഞു കാണാൻ സാധ്യതയും കുറവായിരിക്കാം. പിന്നീട് ഈ ടൂറിസ്റ്റ് ബസ് ഈ ട്രക്കിന് കുറുകെ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം ആളുകൾ ഇറങ്ങി വന്ന കാര്യമായ രീതിയിൽ ഈ ട്രക്ക് ഡ്രൈവറെ മർദ്ദിക്കുന്നുണ്ട്. ട്രക്കിൻ്റെ ചില്ല് അടിച്ചു തകർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ടൂറിസ്റ്റ് ബസ്സിൽ നിന്നിറങ്ങിയ സ്ത്രീകളടക്കം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇതിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ട്രക്കിനകത്തിരുന്ന ഡ്രൈവർ കൈകൂപ്പുന്നുണ്ട്. ആ ട്രക്കിനകത്തേക്ക് കയറി ഈ ഡ്രൈവറെ കാര്യമായ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ആലുവ ഈസ്റ്റ് പോലീസിനെ സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അതുവഴി വന്ന കുറച്ച് ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാരാണ് പിന്നീട് ഇടപെടുകയും ആ ചെറുപ്പക്കാർ ഇടപെട്ടതിനെ തുടർന്ന് നാട്ടുകാരും കൂടി എത്തിയതോടുകൂടിയാണ് പിന്നീട് ഇവരെ ഈ ട്രക്കിൽ നിന്ന് അയാളെ അകത്ത് കയറി മർദ്ദിക്കുന്നതിനിടക്ക് വലിച്ചു പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷം ഈസ്റ്റ് പോലീസ് നിലവിൽ കേസെടുത്തു. 2 വാഹനങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ഈ ഡ്രൈവറെ മർദ്ദിച്ച, അതായത് തിരുവല്ല സ്വദേശിയായ രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിയമം കയ്യിലെടുക്കുന്ന ഒരു നടപടിയാണ് ഈ പഴനിയിൽ നിന്നും ഈ തിരുവല്ലയിലേക്ക് പോയ തന്നെയാണ്. നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല.